അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവൻ അങ്ങനെയാണ്. ഓന് മൊബൈൽ കിട്ടിയാൽ മതി, എത്ര സമയം അത് കണ്ടുകൊണ്ടിരിക്കും. ചോറ് തിന്നണമെങ്കിൽ ഫോണിൽ നോക്കണം. ചില ഉമ്മമാർ അഭിമാനമായി പറയുന്ന ചില കാര്യങ്ങളാണിത്. മൊബൈൽ അഡിക്ഷൻ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. കുട്ടികളിൽ മൊബൈലിൻ്റെ സ്വാധീനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ പല രക്ഷിതാക്കളും ഏറെ ലാഘവത്തോടെ കാണുന്നു എന്നതാണ് ഖേദകരം. 2-3 വയസ്സായ കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നത് ഷോർട്ട് വീഡിയോസുകളും കാർട്ടൂണുകളും കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇതാവട്ടെ അവരുടെ കണ്ണിനെയും ബ്രെയിനിനെയും മറ്റും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നത് ബോധപൂർവം നാം മറന്നു പോകുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നവർ സത്യത്തിൽ കുരുന്നുകളെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊബൈലിൻ്റെ അമിത ഉപയോഗം കുട്ടികളിൽ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വഴിവെക്കുകയും അമിതമായ വാശിയും വൈരാഗ്യവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ മാതാപിതാക്കൾ നടത്തിയേ മതിയാകും. പെട്ടെന്ന് തടയിടുന്നതിന് പകരം അല്പാൽപമായി അവരെ പിന്തിരിപ്പിക്കുക. അമിത ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മറ്റു കളി വിനോദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. കുട്ടികളുടെ സാന്നിധ്യത്തിൽ മൊബൈൽ ഉപയോഗം മാതാപിതാക്കൾ പരമാവധി നിയന്ത്രിക്കുക. സദാസമയവും മൊബൈലിൻ്റെ മുമ്പിൽ തപസ്സിരിക്കുന്ന മാതാപിതാക്കൾ സ്വന്തം മക്കളോട് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പരിഹാസ്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.